പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ ഫൈലാബാദ് കോളേജിൻ്റെ സമ്മേളനം ഗംഭീരമായി അവസാനിച്ചു. എല്ലാ വർഷങ്ങളെയും പോലെ ആയിരങ്ങളാണ് വന്ന് ഒത്തൊരുമിച്ചത്. എല്ലാ നാടുകളിൽ നിന്നും എല്ലാ മഹല്ലത്തുകളിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാ മഹാന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനമാണ് എല്ലാ വർഷവും നടക്കാറ്. ഇതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ വർഷത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അതായത് അറിയുന്നത് പോലെ തന്നെ പല പ്രശ്നങ്ങൾ, ആശയ വ്യത്യാസങ്ങൾ, സംസാരത്തിലെ ചില പാകപ്പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കാണാമല്ലോ. മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും പ്രവർത്തകരുടെയൊക്കെ വാക്ക് തർക്കങ്ങൾ. അതിനിടയിലാണ് ഈ സമ്മേളനം നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ആളുകളൊക്കെ സമസ്തയുടെ സജീവ പ്രവർത്തകരായ പ്രാസംഗികരായ കുറച്ച് ആളുകൾ മാറ്റി നിർത്തി അവരെ ക്യാമ്പിലൊന്നും പങ്കെടുപ്പിക്കാതെയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജിഫ്രി തങ്ങൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയാണ് 80% ആളുകൾ എത്തിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ജിഫ്രി തങ്ങൾ പ്രസംഗങ്ങൾ കഴിഞ്ഞ പാടെ സദസ്സ് മൊത്തം എണീറ്റ് ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതൊരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കോ മുസ്ലിം ലീഗ് നേതാക്കൾക്കോ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തെറ്റായി എനിക്ക് തോന്നിയില്ല. കാരണം അവർക്ക് അവരുടേതായ വിഷമങ്ങളും അവരുടേതായ ആശയങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത് ഒരു അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നൊരു മെസ്സേജ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും കൊടുക്കേണ്ടതുണ്ട് എന്ന് സമസ്തയിലെ പ്രവർത്തകർ മനസ്സിലാക്കിയത് കൊണ്ടാവണം ജിഫ്രി തങ്ങൾ പ്രസംഗം കേട്ട് നമുക്ക് പോവാം എന്ന രൂപത്തിലേക്ക് ആളുകൾ എത്തിയത്. എല്ലാവരും പോയി എന്നല്ല, അധികം ആളുകളും പോയി. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. സാധാരണ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രസംഗവും അവരെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ആളുകളും എണീറ്റ് പോകാറ് പതിവ്. പക്ഷേ ബർക്കത്തിന് വേണ്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന രീതിയും ഉണ്ടാവാറുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജിഫ്രി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അടിവരയിട്ട് അദ്ദേഹവും പറഞ്ഞു, ഐക്യം നിലനിൽക്കണം, ലീഗും സമസ്തയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്, ആ ബന്ധം ഊട്ടിയുറപ്പിക്കണം. ഇവിടെ ഉമറാക്കളും അതുപോലെ പണ്ഡിതന്മാരും കൂടിയാലോചിച്ച് അവർ കൂട്ടമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെയുള്ള മതസ്ഥാപനങ്ങളും സംഘടനാ സെറ്റപ്പുകളൊക്കെ നിലനിൽക്കുന്നത്, തകരാതെ നിൽക്കുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയുന്നുണ്ട്. ബഹുമാനാദരപൂർവ്വം അതിനു വേണ്ടി ക്ഷണിക്കുന്നു. മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ സമ്മേളന പ്രഭാഷണം നടത്തുകയാണ്. ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നാഷണൽ മിഷൻ പ്രോഗ്രാമിൻ്റെ ഒരു പിരിവ് അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കും. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് സമ്മേളനത്തിൻ്റെ പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ജനനിബിഡമായിരുന്നു. മഹാനായ സയ്യിദുൽ ഉലമയെ അനൗൺസ് ചെയ്തപ്പോൾ തക്ബീർ ധ്വനികളാൽ ജനങ്ങൾ വരവേൽക്കുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾ കണ്ടത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ജിഫ്രി തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവൻ പുറത്തേക്ക് പോകുന്ന ഒരു രംഗമാണ് കാണാൻ പോകുന്നത്. ജാമിയയിൽ ജിഫ്രി തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. സദസ്സ് ഇളകി. ഇനി അവസാനം അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ പ്രസംഗം നടക്കുമ്പോഴുള്ള സമ്മേളന നഗരിയുടെ അവസ്ഥയാണ് അടുത്തതായിട്ട് ആരോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടെ കാണാം. അതായത് സനത് സ്വീകരിക്കുന്ന കുട്ടികൾ പോലും സമ്മേളനം കഴിയുന്നതിന് മുമ്പ്, അതായത് സമദ് സാഹിബിൻ്റെ പ്രസംഗം
നടക്കുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാതെ ഇറങ്ങിപ്പോയി. അതായത് 90% ആളുകളും കളം വിട്ടു. അതാണ് ഇനി കാണാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. സനത് വാങ്ങുന്ന കുട്ടികൾ അവസാനം എണീക്കാറുള്ളൂ, എല്ലാ പ്രസവവും കഴിഞ്ഞിട്ട്. ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ആളുകൾ ഇപ്പോൾ നേടിയിരുന്നു എന്ന് കേരള ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. അന്ന് മഹാപണ്ഡിതന്മാർ ചെയ്തത് ആവശ്യത്തിനനുസരിച്ചുള്ള രചനകൾ സമൂഹത്തിന് നൽകി എന്നതാണ്. എന്താണ് ഞങ്ങളുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജനകീയമായ രചനകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പഴയകാല ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, പണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണല്ലോ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പ്രബോധകരും പ്രചാരകരുമായി പണ്ഡിതന്മാർ ഇറങ്ങിച്ചെല്ലുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷനിലേക്ക് ഇവിടെയുള്ള പണ്ഡിതന്മാർ ഇറങ്ങിച്ചെല്ലുന്നത് പോലെ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു പുതിയ ആശയം അതിന്റെ മുമ്പിലില്ല. ആ പഴയകാല ആശയം അതുപോലെ നേരത്തെ ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ മാത്രം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ ഗവേഷണം ഒരു മാനദണ്ഡമാക്കി വന്നുകൊണ്ട് അടിസ്ഥാനപരമായി ഗവേഷണ യോഗ്യതയില്ലാത്ത ആളുകൾ ഇജ്തിഹാദിന്റെ ഭാഗം അടഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ഇന്നും ഗവേഷണം നടത്തി കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ മുമ്പിലുണ്ട്. ആ വാദത്തിൽ നിന്നാണ് ഈ ഭിന്ന വീക്ഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത്. ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞ വാചകമുണ്ട്, മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി ഫലൗ അന്നഹു അസാബൽ മഅന ഫീ നഫ്സിൽ അംർ. ഒരാൾ പരിശുദ്ധ ഖുർആനിൽ തന്റെ അഭിപ്രായം പ്രകടമാക്കി. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവസ്ഥ. സാധാരണ ജാമിയ സമ്മേളനത്തിൻ്റെ അവസാനത്തെ പ്രസംഗം, അത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കും. കുറച്ചാളുകളൊക്കെ പോകും. അതായത് സനദിന് പേര് വിളിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ടും മറ്റ് എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സന്ദർശിച്ച് സനദിൻ്റെ പേര് വിളി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എല്ലാവരും കടന്നിരിക്കും. കാരണം പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ വരാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവസാനം നടക്കുന്ന 1-2 പ്രഭാഷണങ്ങൾ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടേ എല്ലാവരും പോവുള്ളൂ. അത് എത്ര നേരമായാലും, 12 മണിയായാലും 1 മണിയായാലും ഒക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. പഴയകാലത്തെ അനുഭവം ഇതാണ്. പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കേൾക്കേണ്ടിയിരുന്നത് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ട് വളരെയധികം സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് സന്തോഷമായി. കിട്ടേണ്ടവർക്കെല്ലാം നന്നായി കിട്ടി, കൊടുക്കേണ്ടതുപോലെ കൊടുത്ത്, പറയേണ്ടത് ആർജവത്തോടെ പറഞ്ഞ് മഹാനായ സയ്യിദുൽ ഉലമ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതോടുകൂടെ ജനങ്ങളിളകി. ജനങ്ങൾ മുഴുവൻ പുറത്തേക്ക് പോയി. അപ്പോൾ പൂക്കോട്ടൂർ പോലുള്ള ആളുകൾ ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. യമാനിയയിൽ സംഭവിച്ചത് ഇതേപോലെ തന്നെയാണ്. അതേപോലെ പല സ്ഥലങ്ങളിലും സംഭവിച്ചു. പാലക്കാട് സംഭവിച്ചത് ഇതേപോലെയാണ്. അതായത് സമസ്തൻ്റെ ഔദ്യോഗിക വേദിയിലെല്ലാം ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒന്നുകിൽ നിങ്ങൾ സമസ്ത പറയുന്നത് കേട്ട് സമസ്തയുടെ തീരുമാനം അംഗീകരിച്ച് സമസ്തയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നളന്തയിൽ ചേർന്നതുപോലുള്ള ആദർശ സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേറൊരു ടീമായിട്ട് അങ്ങനെ പ്രവർത്തിക്കലാണ്. അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ, നിങ്ങളെ മൈൻഡുള്ള കുറച്ച് ആൾക്കാർ നിങ്ങൾ കേൾക്കാണ്ടാവും. സമസ്തൻ്റെ ഔദ്യോഗിക വേദിയിൽ നിങ്ങൾ ഇനി എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങളെ ആളുകൾ വിലയിരുത്തി കഴിഞ്ഞു. ജനങ്ങൾ അതുകൊണ്ടാണ് അതിന് കേൾക്കാൻ വേണ്ടിയിരിക്കാതെ. നോക്ക്, നിങ്ങൾ ആ സനത് വാങ്ങുന്ന കുട്ടികൾ പോലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണത്. ആ സമയത്ത് പോലും നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. നമ്മളൊക്കെ അവസാനം വരെ ഇരിക്കുക. അവിടെ എത്ര നേരമാണോ ഇരിക്കേണ്ടത്, നേരം വെളുക്കോളം വേണമെങ്കിൽ ഇരിക്കും. കാരണം അത്രയും അഭിമാനകരമായ ഒരു സന്ദർഭമാണത്. പക്ഷേ അവർ പോലും എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളൊക്കെ സനത് വാങ്ങിയ സമയത്ത് എല്ലാം കഴിഞ്ഞ്, പിന്നെ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തം ഫോട്ടോ എടുക്കുക. അതുപോലെ കൂട്ടുകാർ തമ്മിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പിരിയാറ്. അവസാനം പിരിയുന്നത് സനത് വാങ്ങിയ കുട്ടികളായിരിക്കും. പക്ഷെ അവർ പോലും എഴുന്നേറ്റ് പോയി. ജാമിയ യമാനിയയിൽ സംഭവിച്ചതും ഇതേപോലെ തന്നെയാണ്. പാലക്കാട് ജനങ്ങൾ മൊത്തം പോയി. ഫുള്ള് കസേര കാലി. ഇവിടെ പേപ്പറുകളാണ് കാലി. അപ്പോൾ ഇങ്ങനെ ഒരു
ദുരവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക, അതും ജന അംഗീകാരമുള്ള സുന്നത്ത് ജമാഅത്ത് പറയുന്ന ആദർശം പറയുന്ന ആളുകളെ ജാമ്യയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ ദൗത്യം ഇവിടെ ആദർശം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് അഭിരുചിയുള്ള ആളുകളാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലമെങ്കിലും ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ അടുത്ത കൊല്ലം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനം നടത്തിയാൽ അത് വിജയിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിന് നല്ല ബോധ്യം ഉണ്ടാവും, പിരിവും കാര്യങ്ങളൊക്കെ വരുന്ന കുറവുകളും മറ്റൊക്കെ. സാധാരണ അൽമുനിയർ പിന്നെ കഴിഞ്ഞു എന്ന് അവിടുന്ന് തന്നെ അനൗൺസ്മെൻറ്റ് വരുന്നതാണ്. അൽമുനിയർ ഇറക്കിയ അത്രയും തികയലില്ല. അത് 5000-10,000 കോപ്പി ഇറക്കി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ അത് തീരും. അവിടുന്ന് തീർന്നിട്ട് പിന്നെ അവിടുന്ന് തന്നെ രണ്ടാമത് പിന്നെ പബ്ലിഷ് ചെയ്യാനുള്ള അവിടുന്ന് ബുക്കിംഗ് ആരംഭിക്കും ചെയ്യും. ഇത് അതൊന്നും കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പിരിവുകൾ, മജ്‌ലിസുൻ നൂറിൻ്റെ പിരിവും ഇതൊക്കെ കാര്യമായ കുറവാണ് ഉള്ളത് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അത് നന്നായിരിക്കും. പഴയ കാലത്തെ പോലെ സമസ്തയുടെ ഒരു സംഗമമാണ് ജാമിയ സമ്മേളനം എന്ന രീതിയിൽ നിന്ന് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ പൂർണ്ണമായിട്ട് മാനേജ്മെൻറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.